ഇരുട്ടും വെളിച്ചവും ഇടകലർന്നൊരു ലോകത്താണ് നാം ജീവിക്കുന്നത്. വെളിച്ചത്തെ നമ്മൾ ദൈവമെന്നും ഇരുട്ടിനെ പിശാചെന്നും വിളിച്ചു. എന്നാൽ ഈ വെളിച്ചം കടന്നു ചെല്ലാത്ത, അല്ലെങ്കിൽ വെളിച്ചം കടന്നു ചെല്ലാൻ ഭയപ്പെടുന്ന ചില കോണുകൾ ഇന്നും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. ആദം ജോൺ എന്ന സിനിമയിൽ നിങ്ങൾ കണ്ടതുപോലെയുള്ള ഭയപ്പെടുത്തുന്ന അന്തരീക്ഷം നിറഞ്ഞ നിഗൂഢമായ ആചാരങ്ങൾ നടക്കുന്ന ഇടങ്ങൾ. അത്തരമൊരു ഇരുണ്ട രഹസ്യത്തിലേക്കാണ് നമ്മൾ ഇന്ന് നടക്കുന്നത്. കേട്ടുകേൾവികളിൽ സാത്താൻ സേവയെന്നും ദുർമന്ത്രവാദമെന്നും പ്രേതത്തെ വിളിച്ചുവരുത്തലുമെന്നൊക്കെ മുദ്ര കുത്തപ്പെട്ട ഒരു വിചിത്ര ആചാരം. കറുത്തനോട്ട്. സന്ധ്യമങ്ങി രാത്രിയുടെ യാമങ്ങൾ കനക്കുമ്പോൾ പഴയ തറവാടുകളുടെയും കാവുകളുടെയും ഉള്ളിൽ നിന്നും വിചിത്രമായ ചില ശബ്ദങ്ങൾ കേൾക്കാം. അവിടെ പൂജയ്ക്ക് പൂക്കളില്ല, ചന്ദനത്തിരിയുടെ ഗന്ധമില്ല, വേദമന്ത്രങ്ങളുടെ താളമില്ല. പകരം അവിടെ ഉയരുന്നത് കള്ളും ചുട്ടയിറച്ചിയും കലർന്ന് രൂക്ഷമായ ഗന്ധമാണ്. വിളറിയ വെളിച്ചത്തിൽ വാഴയിലയിൽ വിളമ്പിയ പച്ച മാംസത്തിനും മദ്യത്തിനും മുന്നിൽ നിന്ന് അവർ വിളിക്കുന്നത് ഏതെങ്കിലും സ്വർഗസ്ഥനായ ദൈവത്തെയല്ല, മറിച്ച് ഇരുട്ടിന്റെ പ്രതീകമായ ഉഗ്രരൂപിയായൊരു ശക്തിയെയാണ്. കറുത്തച്ഛൻ. പേരു കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയമുള്ളിൽ അലയടിക്കുന്നുണ്ടല്ലേ? സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെയല്ല ഇവിടെ കാര്യങ്ങൾ. തെറ്റുപറ്റിയാൽ, ആചാരങ്ങളിൽ അല്പം പിഴവ് സംഭവിച്ചാൽ ചോര മരവിപ്പിക്കുന്ന ശിക്ഷ ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇടം. ശത്രുക്കളെ നശിപ്പിക്കാനും തടസ്സങ്ങൾ മാറ്റാനും ആരെയും വകവരുത്താനും പോന്ന ശക്തിയുള്ള ഒരു മൂർത്തി. പലപ്പോഴും നാട്ടുകൂട്ടങ്ങളിൽ നിന്ന് ഒളിച്ചുവെച്ച് അതീവ രഹസ്യമായിട്ടാണ് ഈ പൂജകൾ നടക്കാറുള്ളത്. പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇത് കാണുമ്പോൾ സാക്ഷാൽ സാത്താൻ സേവയാണെന്നേ തോന്നൂ. സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള പിശാചുക്കളെ ആരാധിക്കുന്ന ക്രൂരമായ പൂജകൾ. അതുകൊണ്ട് തന്നെ കറുത്തനോട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരും ഭയത്തോടെ പിന്മാറുന്നു. എന്നാൽ ഈ ഭയത്തിൻ്റെയും കേട്ടുകേൾവികളുടെയും സിനിമകൾ പകർന്നു നൽകിയ മുൻവിധികളുടെയും പുകമറ ഒന്ന് നീക്കി നമുക്ക് സത്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നാലോ? യഥാർത്ഥത്തിൽ കറുത്തനോട്ടൊരു സാത്താൻ സേവയാണോ? അല്ല, കേട്ടതൊന്നും സത്യമല്ല. കറുത്തച്ഛൻ എന്നത് പിശാചല്ല, മറിച്ച് കാവൽക്കാരനാണ്. വടക്കൻ കേരളത്തിലെയും വള്ളുവാനാട്ടിലെയും പാരമ്പര്യമുള്ള തറവാടുകളിൽ തങ്ങളുടെ മുൻഗാമികൾ ആരാധിച്ചു പോന്ന കാരണവർ സ്ഥാനത്തുള്ള ദൈവമാണ് കറുത്തച്ഛൻ. കളരിയും അംഗവും ജീവിതമായി കണ്ട ഒരു കാലഘട്ടത്തിൽ കളരിക്ക് കാവൽ നിന്നിരുന്ന, അഭ്യാസികൾക്ക് കരുത്തു പകർന്നിരുന്ന ഉഗ്രമൂർത്തിയാണിത്. ശത്രുക്കളുടെ വാളിൻ മുനയിൽ നിന്ന് തറവാടിനെയും ദേശത്തെയും കാക്കാൻ രൗദ്രഭാവം പൂണ്ട പൂർവികരുടെ സങ്കല്പമാണിത്. നമ്മൾ നേരത്തെ കണ്ട ആ ഭയപ്പെടുത്തുന്ന പൂജാരീതികൾ യഥാർത്ഥത്തിൽ ശാക്തേയ പൂജാവിധികളാണ്. ബ്രാഹ്മണ്യം വരുന്നതിനു മുൻപ് ദ്രാവിഡ ജനത തങ്ങളുടെ ദൈവങ്ങൾക്ക് നൽകിയിരുന്നത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമായിരുന്നു. കള്ളും ഇറച്ചിയും മത്സ്യവും നൽകി അവർ പൂർവികരെ ഊട്ടുന്നു. അതിനെയാണ് കറുത്തനൂട്ട് എന്ന് വിളിക്കുന്നത്. അത് സാത്താനെ വിളിക്കലല്ല, മറിച്ച് മരിച്ചുപോയ കാരണവന്മാരെ ഓർക്കലാണ്. ആപത്തുകളിൽ നിന്ന് കുടുംബത്തെ രക്ഷിക്കാൻ കറുത്ത വേഷം ധരിച്ച് കയ്യിൽ വടിയും വാളുമേന്തി നിൽക്കുന്ന വലിയൊരു കാവൽക്കാരനായി അവർ കറുത്തച്ഛനെ കാണുന്നു. പുറത്തുനിന്നുള്ളവർക്കിത് മന്ത്രവാദമായി തോന്നാം. പക്ഷേ ആ തറവാട്ടുകാർക്ക് ഇത് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ആചാരമാണ്. കാലം മാറിയപ്പോൾ പഴയ ആചാരങ്ങൾ പലതും തെറ്റിദ്ധരിക്കപ്പെട്ടു. കഥകൾ അതിന് നിറം പിടിപ്പിച്ചു. പക്ഷേ ഇന്നും വടക്കൻ മലബാറിലെ ചില വീടുകളിൽ അമാവാസി രാത്രികളിൽ ആ പഴയ വിളക്ക് തെളിയുന്നുണ്ട്. ഭയത്തോടെയല്ല, തികഞ്ഞ ഭക്തിയോടെ. തങ്ങളെ കാക്കാൻ ഇരുട്ടിൻ്റെ രാജാവായി കറുത്തച്ഛൻ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ.